പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും
എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത്, കഴിഞ്ഞ കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന കയ്യബദ്ധങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിരക്കാത്ത നടപടിക്രമങ്ങളെ ദൈവം ചോദ്യം ചെയ്യുമ്പോൾ, മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ സ്വയം നീതീകരിക്കുകയും ആ നീതി മറ്റുള്ളവരുടെ മേൽ അത് കെട്ടിവെക്കുകയോ ചെയ്യാതെ അത് ഏറ്റവും ദൈവത്തിൻ്റെ മാപ്പ് ചോദിക്കുന്നതിനെക്കുറിച്ചാണ്. ഭൂതകാലത്തിൻ്റെ വിശുദ്ധീകരണം അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി വർത്തമാനകാലവും അതുപോലെ ഒരു വിഷയമാണ്, ദൈവം നിരീക്ഷിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഭൂതകാലം മാത്രമല്ല, വർത്തമാനകാലവും ദൈവം നിരീക്ഷിക്കുന്നു. വാട്ട് യു ആർ ഡൂയിങ് നൗ, നീ ഇപ്പം എന്ത് ചെയ്യുന്നു, അത് ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. നിന്റെ വർത്തമാനകാലത്തിൻ്റെ വിശുദ്ധീകരണത്തിന് ഉതകുന്നതാണ്. ഇപ്പം എങ്ങനെയാണ് കാലങ്ങളെ വിശുദ്ധീകരിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 രാജാക്കന്മാർ 19:13 എടുത്തേ. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? വാട്ട് യു ആർ ഡൂയിങ് നൗ. ഇത് എപ്പോഴും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മോട് ചോദിക്കേണ്ട കാര്യമാണ്. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് ഞങ്ങളുടെ സെമിനാറിലൊക്കെ ഉണ്ടല്ലോ, ഈ പഠിക്കണ കാലത്ത് എല്ലാ സ്റ്റഡി ഹാളിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയ കുഞ്ഞു മണി കിലിക്കും. ബീഡിലെന്ന് പറയും, ലീഡർ എന്ന് അതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ നമ്മൾ അത് എന്തിനുള്ള എക്സാമിനേഷൻ കോൺഷ്യസിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചില ആൾക്കാർ പടം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പഠിക്കണ സമയത്ത്. അപ്പോൾ നമ്മൾ അത് പടമൊക്കെ മാറ്റി വെച്ചിട്ട് സോറി പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ഉത്തരവാദിത്തം. അതാണ് വിഷയം. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആൾക്കാർക്ക് റീൽസ് നോക്കി ജീവിതം പോകണമാണ് ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത്. കഴുത്തിങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ ഒടുങ്ങിയിരിക്കണ മനുഷ്യരെ അടുത്ത ജന്മത്തിൽ. ഈ പരിണാമമൊക്കെ സത്യമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ മിക്കവാറും പിള്ളേരൊക്കെ ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇരിക്കണം. പ്രസവിക്കണം ഇങ്ങനെ ഇരിക്കും. പ്രസവിക്കാൻ സാധ്യതയില്ല, വയറ് വളർന്നെടുക്കേണ്ടി വരും. കാര്യം ഈ ചോദ്യചിഹ്നം പോലെ. കാര്യം ഈ തലമുറകൾ തന്നെ ഇങ്ങനെ ഈ മൊബൈൽ നോക്കി റീൽസും കണ്ട് കുനിഞ്ഞിരിക്കുകയല്ലേ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു. ആ ചോദ്യം ഇടയ്ക്ക് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ വേണ്ടാത്ത കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമുക്ക് പോകാം. കാര്യം ഓരോ സമയവും ദൈവത്തോട് ഉത്തരവാദിത്തമുള്ളതാണ്. സമയത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇത് ബ്രെയിൻ പോലെയാണ്. നമ്മുടെ ബോഡിയൊക്കെ അസ്ഥിയൊക്കെ അതൊക്കെ കൂടും. കോശങ്ങളൊക്കെ പഴുത്തൊക്കെ പോയി കഴിഞ്ഞാലും പിന്നെയും അതൊക്കെ മാംസം വെച്ച് കൂടും. ഞാൻ വണ്ടി ഇടിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് വീണിട്ട് പെറ്റിൽ ബൈക്കിൻ്റെ അടിയിൽ പോയിട്ട് എൻ്റെ കാലിൽ കൂടി അതിൻ്റെ ഫുട് റെസ്റ്റ് വരഞ്ഞു പോയപ്പോൾ കുറേ മാംസം പോയായിരുന്നു. അപ്പോൾ 41 ദിവസം പെങ്ങളുടെ വീട്ടിൽ പോയി ചികിത്സയിലായിരുന്നു. അപ്പം അവിടെ അവർ ബ്രാല് കൊണ്ടുവരും. എന്താ വെച്ചാൽ ബ്രാല് കഴിച്ചാൽ ശരീരം പെട്ടെന്ന് ഈ മുറിവുകൾ പെട്ടെന്ന് മാംസം വെച്ച് അടയുമെന്നാണ് പറയണത്. പക്ഷെ അത് ശരീരത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം ഒരു അംശം പോയാൽ നമുക്ക് ഏതെങ്കിലും ഒരു കേടുണ്ടാവും. അതുകൊണ്ടാണ് ദൈവം ഈ തലയോട്ടി കൊണ്ട് ഈ സാധനത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണത്.
അപ്പോൾ ആ പൊളിച്ചു കഴിഞ്ഞാൽ താഴത്തെ തടി മൊത്തമല്ലേ, മുകളത്തെ തടി അങ്ങനെ തന്നെ ഇരിക്കുന്നേ. താഴത്തെ സാധനമാണ് ഞാൻ അങ്ങോട്ട് അടക്കുന്നത്. ഈ ബ്രെയിൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം അനക്കത്തില്ല. അപ്പോൾ ഹെൽമെറ്റൊക്കെ ഇല്ല, ചില ആൾക്കാർ വണ്ടിയെ പാഞ്ഞു പോകത്തില്ല. അതൊക്കെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത്തരം മനുഷ്യരാണ് ഹെൽമെറ്റ് ഇല്ലാതെ രക്തസാക്ഷികളായിരിക്കണത്. അപ്പം ദൈവമാണ് ഈ ഹെൽമെറ്റ് ആദ്യം വെച്ചത്. അപ്പം അത് അത് എളിമ വേണം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്വയം പറയാമെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട്. പക്ഷെ എന്നാലും ഞാൻ പലപ്പോഴും, എനിക്കും ഡ്രൈവർമാരൊക്കെ ഉണ്ട്, വർഷങ്ങളായിട്ടുമുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും എന്തെങ്കിലും മുട്ടുക തട്ടുക ചെയ്താൽ ഉടനെ ഡ്രൈവർ പറഞ്ഞത് അവൻ്റെ കുഴപ്പമാണെന്ന് പറയത്തുള്ളൂ. അതാണ്. പിന്നെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ത്വര, ഒരു കാര്യം വേണ്ട. വെറുതെ പോയാലും മുമ്പിൽ ഒരുത്തനെ കണ്ട അപ്പോൾ ഓവർടേക്ക് ചെയ്യണം. അതൊക്കെ ബ്ലഡിലുള്ള അഹങ്കാരങ്ങളാണ് ഇതൊക്കെ. അവരൊക്കെയാണ് ഈ ഇടയ്ക്കൊക്കെ പണി മേടിക്കണത്. ശരിക്കും നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊട്ടക്ഷൻ പോകും. അഹങ്കാരം വന്നാൽ ദൈവം അപ്പം തന്നെ അവിടുന്ന് മാറും, പ്രൊട്ടക്ഷൻ പോകും. അത് വളരെ ശ്രദ്ധിച്ച്, ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം അതൊന്നുമല്ല. നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പം ന്യായമായ ഉത്തരം കൊടുക്കാൻ നമ്മുടെ ഉണ്ടാകണം. അപ്പം നീ വണ്ടി സ്പീഡിലാണ് പോകണമെങ്കിൽ 80 പോവുകയാണ്. അപ്പം അവിടെ 80 പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 5 മിനിറ്റ് അവിടെ നേരത്തെ എത്താവുന്ന, നേരത്തെ 5 മിനിറ്റ് എത്തിയാലും 50 മിനിറ്റ് എടുത്തിട്ട് 10 മിനിറ്റ് എത്തിയാലും ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല. ചുമ്മാ എന്തായാലും വണ്ടി എടുത്താൽ അപ്പം തന്നെ പറപ്പിക്കുക എന്നുള്ള. അത് നീ എന്ത് ചെയ്യുന്നു? ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ വണ്ടി അപകടം കുറഞ്ഞു കിട്ടും. ഈ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റീൽസ് കാണൽ കുറഞ്ഞു കിട്ടും. ജീവിതം ദൈവത്തെ നിരക്കുന്നതായിരിക്കും. ദൈവം ആ ചോദ്യം ഏലിയോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഏലിയ പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവനേക്കാൾ നല്ല ഉത്തരം വരെ കിട്ടാനുണ്ടോ? ഞാൻ നിന്നെക്കുറിച്ചുള്ള തീഷ്ണത ജ്വലിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കും ഏലിയയെ പോയി പറയാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ എന്നാലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ പറയേണ്ടത് നല്ലതാണ്. വലിയ അനുഗ്രഹമാണ്. അപ്പോൾ പ്രസൻറ്റ് ടൈമിനോട് കാണിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ ദൈവം നിരീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം നമ്മളത് നിരീക്ഷിച്ചു വെച്ചാൽ ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാൻ പറ്റും. ഏഞ്ചൽ മരിയ ബിജു. ഞാൻ വരുന്നത് കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി അതിരൂപത സെൻറ്റ് മേരീസ് ചർച്ച് മുണ്ടുപാലം ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 3 2024 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ +2 കഴിഞ്ഞ് നീറ്റ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പതുക്കെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെല്ലാൻ തുടങ്ങി. എന്നാൽ ഞാൻ സുവിശേഷ പ്രഘോഷണം എൻ്റെ പള്ളികളിൽ മാത്രമേ ഞാൻ പത്രമൊക്കെ കൊടുക്കുകയുള്ളായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നീട് എനിക്ക് ഗവൺമെൻറ് കിട്ടാനൊരു മാർക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബ്രില്യൻ പാലയിൽ അവിടെ പോയി ഓഫ്ലൈൻ ക്ലാസ്സിന് ചേർന്നു. പക്ഷേ ഞാൻ അവിടെ ഹോസ്റ്റലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഉഴപ്പുമാണ് ചെയ്തത്. ഞാനങ്ങനെ കറക്റ്റായിട്ടൊന്നും പാലിക്കില്ലായിരുന്നു. പിന്നെ പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ്, അതായത് മെയ്യിലായിരുന്നു ഞങ്ങളുടെ പരീക്ഷ. ഏപ്രിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കാരുണ്യ പ്രവൃത്തികളും അതൊന്നും ഞാൻ അപ്പോഴും തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാനപ്പോൾ തന്നെ എൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഏകദേശം 481 സ്കോർ വരുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ വീണ്ടും ഇരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ആൻസേഴ്സ് തെറ്റുന്നതായിട്ടാണ് എനിക്ക് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും വർഷം 2 വർഷം ഞാൻ ഇതിൻ്റെ പുറകെ കഷ്ടപ്പെടുവാണ്, പക്ഷേ അവസാനം ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിലേക്ക് അത് വരുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ കൂടുതലിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഉടമ്പടി ലൈവെല്ലാം ഞാൻ കൃത്യമായിട്ട് കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ട് അപ്പോഴാണ് തുടങ്ങിയത്. ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ സുവിശേഷ പ്രഘോഷണമാണെങ്കിലും കൂടുതൽ പൊതുസ്ഥലങ്ങളിലേക്ക് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ സാക്ഷികൾ കേൾക്കുമ്പോൾ ഞാനതൊരു വേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം
ഹൈന്ദവ സഹോദരങ്ങൾ പോലും കർത്താവിന് വേണ്ടി ചെയ്യുന്നത് കണ്ടിട്ട് ഞാനിതൊരു വേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ OMR റിലീസായപ്പം ഞാൻ മാതാവിനോട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും എനിക്ക് 481 ഉണ്ടായിരുന്നില്ല ആദ്യം ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ. അതേ മാർക്ക് തന്നെ മാതാവ് ഒരു മാർക്ക് പോലും കുറയാതെ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൗണ്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ആ കറക്റ്റ് മാർക്ക് തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അതിലൊരു മാർക്ക് പോലും കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എൻ്റെ റാങ്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഗവൺമെൻറ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അതിനുള്ള റാങ്കൊന്നും എനിക്കില്ല. അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു, എല്ലാം പോയൊരു അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. അതെൻ്റെ വല്യമ്മച്ചിയായിരുന്നു. വല്യമ്മച്ചി പറഞ്ഞു, മോളെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, മാതാവും ഈശോയും കൂടെ സംസാരിക്കുന്നത്. മാതാവ് പറയുന്നു എൻ്റെ മോളല്ലേ, ഈശോയെ പറഞ്ഞു എൻ്റെ മോളല്ലേ. എന്നിട്ട് പറഞ്ഞു ഞാൻ അവൾക്കൊരു സീറ്റ് കൊടുക്കും, അത് പക്ഷെ താമസം ഉണ്ടാവും, ഞാൻ അവൾക്കൊരു സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ ജൂലൈ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി രണ്ടാമത്. അതിനുശേഷം ഞാൻ എല്ലാം വളരെ കറക്റ്റായിട്ടാണ് പാലിച്ച, എല്ലാ നിബന്ധനകളും വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിക്കാൻ തുടങ്ങി. ഞാൻ പത്രമാണെങ്കിലും പൊതുസ്ഥലങ്ങളിൽ വിതരണം ചെയ്യാൻ തുടങ്ങി. എനിക്ക് പണ്ടൊക്കെ അങ്ങനെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് എല്ലാ പ്രാർത്ഥനകളും എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാനൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എല്ലാവരും എന്നെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് ഇപ്രാവശ്യം കിട്ടുമോ ഇല്ലയോ. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ അവരുടെ മുമ്പ് എന്ത് പറയണമെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു, കാരണം എനിക്കറിയാം ഗവൺമെൻറ് എനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ അവിടെ കുറേ കൃപാസന പത്രം കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു വേസ്റ്റ് കൊട്ടയിൽ ഒരു പത്രം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് കളക്ട് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ കൂടെ എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരാൾ അത് ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ തുടങ്ങി. അപ്പം ഞാൻ മാതാവിനോട് ഒരു നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 308. അത് എൻ്റെ ഉടമ്പടി എടുത്ത ഡേറ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കിയൊരു നമ്പറായിരുന്നു. അപ്പം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ സംസാരം ഉണ്ടായി, അതായത് കുറച്ചും കൂടെ പഠിക്കുമായിരുന്നു, കിട്ടുമായിരുന്നു, അങ്ങനെയാണ്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അപ്പം ഞാനിങ്ങനെ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് ആ നമ്പർ എൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ഞാൻ മാതാവിനോട് ചോദിച്ച നമ്പർ ആദ്യമായിട്ട് എനിക്കപ്പോൾ കിട്ടുവാണ്. അന്ന് തന്നെ 3 തവണ എനിക്ക് ആ നമ്പർ കിട്ടി. പിന്നെ കേരള രജിസ്ട്രേഷൻ ചെയ്യാൻ പോയപ്പോഴും ഫോൺ ചെയ്തപ്പോഴും 3 തവണ എനിക്ക് ആ നമ്പർ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു എനിക്ക് കിട്ടിയില്ല. ഞാൻ ഡെൻ്റലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് MBBSഉം ഗവൺമെൻറ് BDSഉം 2 ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ ഗവൺമെൻറ് കോളേജ് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു BDSൽ. അപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെൻ്റ് ആയപ്പോൾ എൻ്റെ റാങ്കിന് കണ്ണൂർ ഗവൺമെൻറ് കോളേജ് അത് മാത്രം കയറിപ്പോയി. പക്ഷെ ഞാനത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു, അത് വെച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു വചനം കിട്ടി, ഇത് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ വേറൊരു വചനം എനിക്ക് കിട്ടി, തിടുക്കം കൂട്ടേണ്ട, നിങ്ങൾ വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുമ്പേ നടക്കും, ഇസ്രായേലിലെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻ്റ് സമയത്ത് എനിക്ക് ഇവിടെ അച്ഛനെ കാണാനായിട്ട് ഒരു അവസരം കിട്ടി. അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന എനിക്ക് കിട്ടി. അത് സെപ്റ്റംബർ 8 മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്നായിരുന്നു. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ തേർഡ് കഴിഞ്ഞു, എനിക്ക് കിട്ടിയില്ല. പിന്നെ 4th അലോട്ട്മെൻറ്റ് ആവാൻ നേരമായപ്പോൾ ഒക്ടോബർ 21 ഒരു വിജ്ഞാപനം വന്നു, അതായത് സുപ്രീം കോടതി വിധി വന്നു. BPL സ്കോളർഷിപ്പ്, അത് 2020 ക്യാൻസലായൊരു സ്കോളർഷിപ്പാണ്, വീണ്ടും അത് വന്നു. BPL വിദ്യാർത്ഥികൾക്കായി പ്രൈവറ്റ് കോളേജിൽ അവർക്ക് ട്യൂഷൻ ഫീസ് ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, കാരണം എനിക്ക് പ്രൈവറ്റിൽ കിട്ടാനുള്ള മാർക്കുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, നമ്മൾ ആദ്യത്തെ വർഷം അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കണം, ഏകദേശം 11 ലക്ഷം രൂപയാവും. നമ്മളത് അടച്ചേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു, പക്ഷേ ഫണ്ടില്ല. അപ്പം മാതാവിൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരാൾ സ്പോൺസർ ചെയ്തു. 8.5 ലക്ഷം രൂപ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തു. ബാക്കി പൈസ റിലേറ്റീവ്സും എല്ലാം കൂടി ഒപ്പിച്ച്. അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് അലസർ മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. നവംബർ 15 എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അത് മാതാവ് എന്നെ നേരത്തെ തന്നെ കാണിച്ചു തന്നായിരുന്നു. ഈ നമ്പർ 308 വെച്ച് എനിക്ക് റിലേറ്റ് ചെയ്ത് കാണിച്ചു തന്നായിരുന്നു. നിനക്ക് ഈ ഡേറ്റിലാണ് അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത്. ആ ദിവസം തന്നെ എനിക്ക് അലോട്ട്മെൻറ്റ് വന്നു. ഞാനിപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ എൻ്റെ അച്ചാച്ചൻ്റെ ഡയബറ്റിക്സ് രോഗം ഉണ്ടായിരുന്നു. അപ്പം അച്ചാച്ചൻ്റെ കാലിൽ മുട്ടിൻ്റെ താഴോട്ട് ഇങ്ങനെ വ്രണങ്ങൾ വന്നിങ്ങനെ പഴുത്തായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ഉടമ്പടി ലൈവ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ പറഞ്ഞു മുട്ടിന് താഴെ വ്രണമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു എന്ന്. അതെൻ്റെ അച്ചാച്ചനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അച്ഛൻ്റെ കാല് കരിയുകയുണ്ടായി. പിന്നെ മാതാവിൻ്റെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ നേരം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു. ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പിന്നെ എൻ്റെ തിരിയിൽ ഇങ്ങനെ പൂ പോലെ അങ്ങനെ വന്നായിരുന്നു. പിന്നെ ഒരുപാട് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടിയായിരുന്നു. ഇനി എൻ്റെ അച്ചാച്ചൻ്റെ ഒരു സാക്ഷ്യമാണ്, അത് അച്ചാച്ചൻ പറയും. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, അമ്മയെ സ്തുതി, അമ്മയെ മഹത്വം. എൻ്റെ ഒരു പ്രകടമായ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോളുടെ ഉടമ്പടിയുടെ ബലത്തിൽ ഞാനൊരു വ്യക്തിയുടെ നിന്ന് ഒരു 2 ലക്ഷം രൂപ കടം വാങ്ങിക്കുകയുണ്ടായി. കടം എന്ന് പറഞ്ഞാൽ ചിട്ടിയായിട്ടാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചെങ്കിൽ നമുക്കൊരു 10-75 രൂപ ഞാൻ അടച്ചു കൊടുത്തായിരുന്നു. ഇപ്പം എനിക്കൊരു ബിസിനസ്സായിരുന്നു. ബിസിനസ് ഫ്ലോപ്പായി. പിന്നീട് എനിക്ക് അങ്ങോട്ട് അടയ്ക്കാൻ പറ്റിയില്ല. 4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരു ശകലം പൈസ വന്നു. ഞാൻ ആ പൈസയും പിന്നെ ബുക്കുമായിട്ട് അദ്ദേഹത്തെ സമീപിച്ചു. അന്ന് ഉള്ളത് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് സമീപിച്ചപ്പം അദ്ദേഹം അത് മേടിച്ചിട്ട് ബുക്കും മേടിച്ചിട്ട് എന്നെ തല്ലി. പ്രത്യേകിച്ചൊരു കാരണമില്ല, തല്ലി ഞാൻ ദൈവത്തെ പ്രതി ഞാൻ ക്ഷമിച്ചു പോന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് പിന്നെ കോടതി കേസ് ഫയൽ ചെയ്തു. 2 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ ഫയൽ ചെയ്തു. കേസുമായിട്ടൊരു 3 വർഷം മുന്നോട്ട് പോയി. 3 വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം കോടതി വിസ്താരം തുടങ്ങി. അദ്ദേഹത്തെ വിസ്തരിച്ചപ്പം പിന്നെ കോടതി തെളിവാണല്ലോ വേണ്ടത്. വിസ്തരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 4 ലക്ഷം രൂപ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലോൺ എടുത്ത് കൊടുത്താന്ന് പറഞ്ഞു. അതിന് പ്രൂഫ് ഉണ്ടോയെന്ന് ചോദിച്ചു. പ്രൂഫ് ഉണ്ടോയെന്ന് പറഞ്ഞു. അത് എന്നാൽ പിന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് അടുത്ത കോടതി കൂടുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ കോടതി വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നു. ആ കേസ് തള്ളിപ്പോയി. അത് അമ്മ മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും വലിയ അനുഗ്രഹം കൊണ്ടാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുത്തെ പത്രങ്ങൾ മേടിച്ച് ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, അതുപോലെ ഹോസ്പിറ്റൽസ്, വീടുകളിൽ കയറി കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ പൊതുസ്ഥലങ്ങളിലും കയറി എൻ്റെ സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ എൻ്റെ MBBS കിട്ടിക്കഴിഞ്ഞ് ഞാൻ എല്ലാവരോടും ആരെന്നോട് എന്ത് പഠിക്കുകയാണെന്ന് ചോദിച്ചാലും ഞാൻ പറയും കൃപാസന മാതാവ് കാരണമാണ് എനിക്കിവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് ഇടയായത്. അങ്ങനെ ഞാൻ പത്രം കൊടുക്കുമ്പോഴാണെങ്കിലും എല്ലാവരോടും പറഞ്ഞാണ് കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ രോഗികൾക്ക് തൈലമൊക്കെ പുരട്ടി കൊടുക്കും. പിന്നെ അവിടെ ബാലികാ ഭവനിൽ പിള്ളേർക്ക് ട്യൂഷനൊക്കെ ഞാൻ എടുത്ത് കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അമ്മ മാതാവിനെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഏഞ്ചൽ മരിയ എന്ന മകളും അവളുടെ പപ്പ ബിജുവും കൂടിയാണ് ഈ സാക്ഷ്യം നമ്മോട് ഏറ്റുപറഞ്ഞത്. ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും മനോഹാരിത ഇതാണ്: നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ മകൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ തന്നെ ഒരു വലിയ നിയമം ഗവൺമെൻറ്റിൽ കൊണ്ടുവന്നതായിട്ട് ഈ മകൾ പറയുകയുണ്ടായി. മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 308 എന്നൊരു ഡേറ്റ് മകൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് മാതാവിനോട് പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ടായിരിക്കണം എൻ്റെ എല്ലാ കാര്യങ്ങളുമെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ, ഉടമ്പടിയിൽ നിലനിൽക്കുന്നവർക്ക് എത്ര തന്നെ നാം അകന്നുപോയാലും പരിശുദ്ധ അമ്മ നമ്മെ കൂട്ടിച്ചേർക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. നീറ്റ് എക്സാം പാസ്സായി MBBS പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരുന്ന സമയത്ത് BPL കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ഒരു പ്രൈവറ്റ് കോളേജിൽ ഫീസില്ലാതെ പഠിക്കാൻ സാധിക്കുമെന്ന ഒരു കഴിഞ്ഞു പോയ റദ്ദാക്കിയ ഒരു തീരുമാനത്തെ ഗവൺമെൻറ് വീണ്ടും കൊണ്ടുവന്ന ഒരു വലിയ സഹായത്തിൻ്റെ സാക്ഷ്യമാണിത്. പരിശുദ്ധ അമ്മ എവിടെയെല്ലാം അതുപോലെ തന്നെ പപ്പയുടെ ഒരു വലിയ കേസിൽ പ്രൂഫില്ലാതെ തള്ളിപ്പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളുടെ എല്ലാം പരിശുദ്ധ അമ്മ ഈശോയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഈശോ തന്നെ ഒരു വലിയ രക്ഷകനായി അവർക്ക് വേണ്ടി പ്രതികൂട്ടി നിൽക്കുന്ന ഒരു വലിയ സാക്ഷ്യമായിരുന്നു ഇത്. നാം എത്ര തന്നെ സങ്കടത്തിലായാലും, നാം ഏതെല്ലാം അവസ്ഥയിലായാലും, നാം പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളുമായി ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അഭിമുഖീകരിക്കുമ്പോഴും
അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും, അമ്മ നമുക്ക് സാമീപ്യം നൽകുമെന്നുള്ളതിൻ്റെ വലിയ ഒരു തെളിവാണിത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയഘടികാരം ചാർത്തി നമ്മോട് പറയുന്നത്, ഞാനുണ്ട് നിങ്ങൾക്ക് മധ്യസ്ഥം അപേക്ഷിക്കാനായി, എൻ്റെ മകൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റത് നിങ്ങൾക്ക് രക്ഷ നൽകാനാണ്. നമുക്ക് ആ രക്ഷയിൽ, രക്ഷകനായ യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കാം. ഈശോ നമ്മെ എപ്പോഴും നിത്യതയിലേക്ക് ആനയിക്കും. ഏഞ്ചൽ മേരിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു. അന്നമ്മ ജോസഫ് തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 22 അന്ന് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു മോളുടെ വിവാഹം നടക്കണമെന്നായിരുന്നു. മോളുടെ പേര് അനു പൗലോസ്, മോൻ ജാൻസൺ ജോസഫ്. മാതാവിന് 100,000 നന്ദി പറയുന്നു. 4-ാം മാസം കുഞ്ഞിന് വിവാഹം നടന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ മാതാവ് തന്ന് എന്നെ അനുഗ്രഹിച്ചു. കൂടാതെ മോന് 2 വർഷത്തിലൊരിക്കലാണ് അവധി വരുന്നത്. പിന്നീട് മോള് OET പഠിക്കാൻ ചേർന്നു. അതിനോടൊപ്പം കുഞ്ഞുവാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മോന് 2 വർഷം കഴിഞ്ഞ് വരാൻ പറ്റുള്ളൂ, അവധി കിട്ടുകയുള്ളൂ. ആ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് 10 ദിവസം അവധിക്ക് വരാനും അവനെ വന്ന് തിരിച്ചു പോയി. ഇവിടെ ഞങ്ങൾ ഉടമ്പടിയിൽ തുടർന്നുകൊണ്ടിരുന്നു. മോള് പ്രഗ്നൻ്റായി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇതൊരു ബ്ലഡ് ക്ലോട്ടാണ്, ഹാർട്ട് ബീറ്റൊന്നുമില്ല, കുട്ടിയെ കിട്ടാൻ അത് ബ്ലീഡിങ് ആയി പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പരിശുദ്ധ അമ്മയോട് നിരന്തരമായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. തൈലം വയറിൽ ചുറ്റും തുടച്ചു കുരിശ് വരച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വേറെ ഡോക്ടറെ പോയി ഞങ്ങൾ കണ്ടു. പരിശുദ്ധ അമ്മ അനുഗ്രഹം നൽകിയതിനാൽ ആ കുഞ്ഞ് ഹാർട്ട് ബീറ്റ് തുടരുകയും കുഞ്ഞിനെ 3,150 തൂക്കത്തോടു കൂടി ഫെബ്രുവരി 12-ാം തീയതി കുഞ്ഞുണ്ടായി. മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഒരു പെൺകുഞ്ഞാണ്. അമ്മയുടെ പേര് നൽകി ഞങ്ങൾ അവളെ വിളിക്കുന്നു. മറിയം എന്നാണ് അവളെ ഞങ്ങൾ വിളിക്കുന്നത്. അതാണ് ഈ കുഞ്ഞ്. തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ വാടകയ്ക്കാണ് കഴിയുന്നത്. ഒരു വീടിന് വേണ്ടി അത്യന്തം ആഗ്രഹത്തോട് അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു. വീടുകൾ കാണുന്നുണ്ട്, ലോൺ റെഡിയാകണം. വളരെയധികം പ്രശ്നങ്ങളുടെ ഇടയിൽ 3-4 വീട് ഞങ്ങൾ കണ്ടു. ഒരു വീട് കണ്ടപ്പോൾ കാണാൻ പോയപ്പോൾ ഞാൻ കരുതി അമ്മയുടെ തൈലം കയ്യിൽ കരുതാം. തൈലവും കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു. വീട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചെന്ന് കയറിയത് ആ മെയിൻ ഡോറിൽ മാതാവിൻ്റെ തൈലം കുരിശടയാളത്തിൽ വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് ഇഷ്ടമുണ്ട് ഈ വീട് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് പല പല പ്രശ്നങ്ങളുണ്ടായി. ലോൺ റെഡിയാകാതെ വന്നു, കിട്ടില്ല എന്ന് വെച്ചു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കാരണം ഞങ്ങൾക്ക് ആ വീട് സ്വന്തമായി കിട്ടി. നവംബർ 7-ാം തീയതി ആയിരുന്നു വീടിൻ്റെ കയറി താമസം. അമ്മ ആ അനുഗ്രഹം ഞങ്ങൾ തന്നതിന് 1000 ഞങ്ങൾ നന്ദി പറയുന്നു. കൂടാതെ തുടർന്നും ധാരാളം അനുഗ്രഹങ്ങൾ അമ്മ ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടി വേല ചെയ്യുവാൻ ഞാൻ ഇന്നു മുതലല്ല, ഉടമ്പടി എടുത്ത അന്നു മുതൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ധാരാളം സൽപ്രവൃത്തികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും രോഗികളെ സന്ദർശിക്കുകയും ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം നൽകുവാനായി പോകുന്ന ടീമിൻ്റെ കൂടെ ചേരുകയും ചെയ്യാറുണ്ട്. പത്രങ്ങൾ എല്ലായിടത്തും കൊടുക്കുകയും എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ പറയുവാൻ റെഡിയാണ്. കാരണം ഒരിക്കലും കിട്ടാത്ത, ഒരിക്കലും അത് നടക്കുമെന്ന് അല്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ മുമ്പിൽ അമ്മ എനിക്ക് സഹായിച്ചു തന്നത്. അമ്മയ്ക്ക് 1000 നന്ദി. ഈ ഇവിടെ നിന്ന് പറയുവാൻ എനിക്ക് സഹായിച്ചതിൽ 1000 നന്ദി പറയുകയാണ്. കൂടാതെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അമ്മയോട് ചോദിച്ചാൽ എന്തും തരും. വിശുദ്ധിയോടെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മളെ കൈവിടില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആത്മീയമായി എന്നും പള്ളിയിൽ പോകാൻ, കുർബാന കാണുവാനും ഞാൻ തയ്യാറാകാറുണ്ട്. കൂടാതെ ജപമാല മുടക്കാറില്ല. അമ്മ ഉടമ്പടി എടുത്ത അന്നു മുതൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്കും എനിക്കും ഉടമ്പടിയിലൂടെ ഞാൻ ഒരു വിശദീകരണമാണ് ഞാൻ ആയത്. കാരണം അമ്മയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും എൻ്റെ ജീവിതകാലം മുഴുവനും അമ്മയ്ക്ക് വേണ്ടി വേല ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയും മറ്റുള്ളവരെ ഇവിടെ കൊണ്ടുവരുവാൻ, അവരോട് എൻ്റെ അനുഭവങ്ങളിലൂടെ എൻ്റെ കൂട്ടുകാരെയും എത്തിക്കുവാൻ ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പലരെയും ഞാൻ കൊണ്ടുവന്നു. അമ്മ എന്ന ഈ അനുഗ്രഹങ്ങൾക്കും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ സഹായിച്ചതിനും എല്ലാവരോടും 1000 പരിശുദ്ധ അമ്മയോടും ദൈവകുമാരനോടും നന്ദിയും പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ വാക്കുകളും സംഹരിക്കുന്നു. അന്നമ്മ ജോസ് എന്ന മകളുടെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. സമയത്തിൻ്റെ മേൽ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ സ്വാധീനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. കാനായിലെ അമ്മ കുടുംബത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിയപ്പോൾ ആ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് നിന്റെ അനുഗ്രഹത്തിൻ്റെ സമയം ഇപ്പോഴാണ് എന്ന് ഈശോയോട് പറഞ്ഞത്. നാളെയല്ല, ഇന്നല്ല, ഇപ്പോഴാണ് എന്നാണ്
പരിശുദ്ധ മാതാവ് തൻ്റെ മകനോട് പറഞ്ഞത്. അതാണ് അന്നമ്മ ജോസഫ് എന്ന മകളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. മകളുടെ വിവാഹത്തിനായിട്ട് 2-3 വർഷം ട്രൈ ചെയ്തു. ഉടമ്പടി എടുത്ത 4-ാം മാസം കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നല്ലൊരു മകനെ തന്ന് സഹായിച്ചു. അതിനുശേഷം കുടുംബജീവിതത്തിലെ ഒരു കുഞ്ഞിൻ്റെ ആവശ്യമായിരുന്നു. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴപ്പോൾ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവരുടെ വിശ്വാസം നഷ്ടപ്പെടാതെ ഉടമ്പടി വിശ്വസ്തയോടെ ജീവിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, കുഞ്ഞുണ്ടാകുമ്പോൾ മരിയം എന്ന പേരാണ് ഇടാൻ പോകുന്നത്. അതുപോലെ തന്നെ അവർ വാക്കുപാലിച്ചു. കുട്ടി നമ്മുടെ ഒപ്പമുണ്ട്. കൊച്ചു മരിയമാണ് നമ്മുടെ മധ്യയിൽ ഇപ്പോഴുള്ളത്. അത് പരിശുദ്ധ അമ്മയുടെ ഒരു ദാനമാണ്. 5 വർഷമായി വാടക വീട്ടിലായിരുന്ന ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മ ഒരു നല്ല വീട് നൽകി. ആ പുതിയ വീട്ടിൽ തൈലം തേച്ച് പ്രവേശിച്ചപ്പോൾ അവരുടെ ഉടമ്പടിയുടെ ജീവിതം എന്താണെന്ന് അവർക്ക് മനസ്സിലായി. പരിശുദ്ധ അമ്മ കൂടെയുള്ളത്. പഴയ നിയമത്തിലെ പുസ്തകത്തിൽ നമ്മൾ വായിക്കാറുണ്ട്, എബ്രാഹിമിനോട് ദൈവം പറഞ്ഞത്, നീ എൻ്റെ മുൻപാകെ വ്യാപരിക്കുക, വിശുദ്ധിയുള്ളവനായി ജീവിക്കുക എന്നാണ്. പക്ഷേ മോശയോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നാണ്. ഇതാണ് ഉടമ്പടി എടുത്ത മക്കളോടും പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നതും ഇതുതന്നെയാണ്. ഉടമ്പടി എടുത്ത എല്ലാ മക്കൾക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിനും മക്കൾക്കും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ നന്ദി പറഞ്ഞ്, മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 9/12/2022 എനിക്ക് 2 വട്ടം അബോർഷനായിപ്പോയി. ഞാൻ ഒത്തിരി അധികം മാനസിക വിഷമത്തിലായിരുന്നു. വീട്ടിലുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എനിക്ക് അബോർഷനായി പോയതെന്നും പറഞ്ഞ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പിന്നെ വീട്ടിൻ്റെ ചുറ്റിനും അടുത്തുള്ളവരൊക്കെ എനിക്ക് അബോർഷനായി പോയി, എന്നെക്കുറിച്ച് പരസ്പരം പറഞ്ഞു, ഇവൾ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് എന്നെ എൻ്റെ ഫ്രണ്ടിലും വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒത്തിരി മാനസിക ഇതിലൂടെ കടന്നു പോയ സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു, അമ്മ മാതാവ് എന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ അമ്മ എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം. അവിടെ മുമ്പിലൂടെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ മാതാവ്, ഞാൻ 2ാമത്തെ ഉടമ്പടി വീണ്ടും പുതുക്കി. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് ഒന്നും സാധിച്ചില്ല, പക്ഷെ മനസ്സിൽ പ്രാർത്ഥിച്ചതൊക്കെ അമ്മ നടത്തി തന്നു. ഉടമ്പടിയിൽ വെച്ചതൊന്നും നടത്തിയില്ല. 2ാമത്തെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ അതേ വേദനയിൽ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് പോയി. ആ സമയത്താണ് ഒരു ചേച്ചി, എന്നുവെച്ചാൽ എൻ്റെ വിഷമം പറയുമ്പോഴെല്ലാം, കുഴപ്പമില്ല, നീ വിഷമിക്കേണ്ട, ദൈവം നിനക്ക് സമയമാകുമ്പോൾ ഒരു കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞ് ആ ചേച്ചി പ്രഗ്നൻ്റ് ആയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ വയറൊക്കെ മറച്ച് പിടിച്ചിട്ട് പോയി. പിന്നെ കുഞ്ഞുങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ആര് കൊണ്ടുപോയാൽ അവർ ഷോളിട്ട് പൊത്തി മറച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. ഞാൻ റൂമിൽ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് 3 ദിവസം വരെ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് എണീറ്റിരിക്കാനൊന്നും പറ്റത്തില്ല, ചുമ്മാ കരച്ചിലായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞാൻ ഇനി ഒരിടത്തും വരണില്ല, ഞാൻ വരുന്നെന്നുണ്ടെങ്കിൽ ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഞാൻ ഈ കൃപാസനത്തിൽ വരത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് വെളുപ്പിൽ എൻ്റെ മുഖത്ത് ഒരു വലിയൊരു പ്രകാശം വന്നു. ആ പ്രകാശത്തിലൂടെ ഞാൻ കണ്ടത് അമ്മ മാതാവ്, ഈ അൾത്താരിലിരിക്കുന്ന അമ്മ മാതാവ് എന്നെ കൂട്ടിക്കൊണ്ട് അമ്മയുടെ ഫ്രണ്ടിൽ ഇവിടെ കൊണ്ട് നിർത്തി. തൊട്ടടുത്ത് തന്നെ ജോസഫ് അച്ഛൻ നിന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ആ രാത്രി എണീറ്റിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മ മാതാവ്, ഇതിൽ കൂടുതൽ എനിക്ക് ഇനി ഒന്നും വേണ്ട, നീയും ഈശോയും എൻ്റെ കൂടെയുണ്ട്, എനിക്ക് സമയമാകുമ്പോൾ നീ എനിക്കൊരു കുഞ്ഞിനെ തരും, എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ 3ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അമ്മ മാതാവ് എനിക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ള ടോക്കൺ എനിക്ക് തന്നു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. 1 ആഴ്ച കഴിഞ്ഞില്ല, എൻ്റെ മെൻസസ് ഡേറ്റ് ഒന്ന് തെറ്റിപ്പോയി. ഞാൻ എപ്പോഴും പ്രഗ്നൻസി കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ മാതാവിൻ്റെ ഫോട്ടോയും മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാറ്. അപ്പോൾ എല്ലാം എനിക്ക് നെഗറ്റീവ് ആവും, ഞാൻ ഒരുപാട് വിഷമിക്കും. പക്ഷെ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്തായിരുന്നാലും എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്, എനിക്ക് സമയമാകുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് തരും, ഞാൻ വിഷമിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് ഞാൻ കണ്ണടച്ച് ടെസ്റ്റ് ചെയ്തിട്ട് തുറന്ന് അമ്മയുടെ മുഖത്താണ് ഞാൻ നേരെ നോക്കി. അമ്മ എന്നെ അനുഗ്രഹിക്കുന്നത് പോലെ ഞാൻ കണ്ടു. എനിക്ക് സന്തോഷമായി. എന്നിട്ട് ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ എനിക്ക് പോസിറ്റീവാണ്. അമ്മ മാതാവ് എന്നെ പരിഹസിച്ചവരുടെ മുമ്പിലും എന്നെ കുറ്റപ്പെടുത്തിയവരുടെ മുമ്പിലും അമ്മ മാതാവ് എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി, ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. എൻ്റെ മൂത്ത കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ വെയിറ്റ് കുറവായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത്, അമ്മ മാതാവ്
മാതാവേ, നീ തരുന്ന കുഞ്ഞിന് 3.5 കിലോയിലും വെയിറ്റ് വേണം, വാവ നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണമെന്ന്. അതുപോലെ എൻ്റെ മോൻ 4 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. അമ്മ മാതാവ് നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി അമ്മ എനിക്ക് അനുഗ്രഹിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ മൂത്ത കുഞ്ഞിന് വെയിറ്റ് ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് ഞാൻ ആഹാരത്തിൽ ചേർത്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുമായിരുന്നു. 2 മക്കൾക്ക് എപ്പോൾ നോക്കിയാൽ അസുഖമാണ്. ഞാൻ എന്നും ആശുപത്രിയിലാണ് കയറി ഇറങ്ങുന്നത്. പക്ഷേ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇതുവരേക്കും ഞാൻ വലുതായിട്ട് ആശുപത്രിയിൽ പോയിട്ടില്ല. എൻ്റെ മക്കൾക്ക് അസുഖം മരുന്ന് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിക്കാറ്. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം, എൻ്റെ ഭർത്താവ് ഇത്തിരി മദ്യപിക്കുമായിരുന്നു. അപ്പോൾ മദ്യപാനം കുറച്ച് കൂടുതലായി വീട്ടിൽ മാനസികമായിട്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്തുണ്ടെങ്കിലും എനിക്ക് എൻ്റെ അമ്മ മരിച്ചുപോയി. കുഞ്ഞുനാൾ മുതൽ എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കൊണ്ട് മാതാവിനെ കണ്ടുകൊണ്ട് എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ പറയുന്നത് അമ്മ മാതാവിനോടാണ്. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഈ മദ്യപാനം നീ എനിക്കൊന്ന് മാറ്റി തരണമെന്ന് നീ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയിൽ വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആ മദ്യപാനത്തെ സമർപ്പിച്ചു ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ചേട്ടന് പെട്ടെന്നൊരു കാലുവേദന പോലെ വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം യൂറിക് ആസിഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് കുറഞ്ഞു വരും, വീണ്ടും കൂടും, കുറഞ്ഞു വരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല, മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പ്രശ്നമാവും, 2 കുഞ്ഞു മക്കളല്ലേ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മക്കൾക്ക് ആരുണ്ട്, മദ്യപാനം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇപ്പം മദ്യപാനം ഇപ്പോൾ 2 വർഷം അടുപ്പിച്ചായി മദ്യപാനം അമ്മ മാറ്റി തന്നു. യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഞാൻ പ്രാർത്ഥിച്ചു, മദ്യപാനം മാറ്റിയാണ് അമ്മയടുത്ത് ചോദിച്ചത്. അതിലൂടെയാണ് അമ്മ ഈ അസുഖത്തെ കൊടുത്തതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. കാരണം മദ്യപാനം മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ മദ്യപാനം മാറിക്കിട്ടി. പിന്നെ മെനങ്ങാന്ന് ടെസ്റ്റിന് പോയപ്പോൾ യൂറിക് ആസിഡും കുറഞ്ഞു, കുഴപ്പമില്ല. അവർ പറഞ്ഞു കരളിൽ ലിവറിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അമ്മ മാതാവ് അത് പൂർണ്ണമായിട്ട് മാറ്റി തന്ന് ഞാൻ ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് എനിക്ക് ഞാനും ചേട്ടനും പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അമ്മയടുത്ത് പ്രാർത്ഥിച്ചൊതുങ്ങി ഞങ്ങൾ ആശുപത്രിയിൽ പോയി. അവിടെ പോയി ഞാൻ ഉടമ്പടി ഉപ്പ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടറിൻ്റെ വായിന്ന് തന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, പേടിക്കാനായിട്ടൊന്നുമില്ല, ചെറിയൊരു ഇതേ ഉള്ളൂ, അത് 6 മാസം കുറഞ്ഞ മെഡിസിൻ എടുത്ത് കഴിച്ചാൽ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടും, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ആ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം അമ്മ മാറ്റി തന്നതിന് അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. 4ാമത്തെ എൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എനിക്ക് കുഞ്ഞുനാൾ മുതലേ സ്കൂട്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ഉള്ളിൽ വലിയ പേടി, വന്ന് വീഴുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പേടി. അപ്പോൾ ചേട്ടനും പറയും, നിനക്ക് എന്തെങ്കിലും പറ്റുമോ, നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ പോയി. വണ്ടിയിലിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എല്ലാവരും സ്കൂട്ടി ഓടിക്കുന്നു, അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ നേർച്ച വസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങി എൻ്റെ അനുഭവം പറഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി സ്കൂട്ടിയിൽ പോകാൻ തോന്നി. ആരോ എന്നെ തോന്നിപ്പിച്ചതാണ്. ഞാൻ കയറിയിരുന്നു. പക്ഷെ കാല് തറയിലിട്ടാണ് ഞാൻ സാധാരണ ഓട്ടിച്ച് പഠിക്കാറ്. അന്നായപ്പോൾ ഞാൻ കുറച്ച് ദൂരം പോയപ്പോൾ ഞാൻ അറിയാതെ കാലെടുത്ത് വെച്ച് ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തത് ആ സ്കൂട്ടി ഓട്ടിച്ചായിരുന്നു. അമ്മ മാതാവ് എൻ്റെ ആഗ്രഹം അമ്മ മാതാവ് സാധിച്ചു തന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന സമയത്ത് ചേട്ടന് ഉറക്കമൊക്കെ ഒന്നുമില്ല, എപ്പോഴും ഉള്ളിലൊരു ഭയം, പിന്നെ അങ്ങനെ ഒരു അസ്വസ്ഥതയായിരുന്നു. അപ്പം ചേട്ടൻ ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിനെ കണ്ട സമയത്ത് ഉള്ളിൽ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നി. പിന്നെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എനിക്കെല്ലാം മാറിക്കിട്ടി, എനിക്ക് പൂർണ്ണ സുഖമായി, ഇപ്പം എനിക്ക് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തിൽ ഇത്രയധികം അനുഗ്രഹം ചെയ്ത അമ്മ മാതാവിനും തിരുകുമാരൻ ഞാൻ 1000 നന്ദി അർപ്പിക്കും. ആത്മീയ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പൂജയ്ക്കൊക്കെ പകുതിയൊക്കെ ആകുമ്പോഴാണ് കയറി പോകാറ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ദിവ്യയിൽ പൂജയ്ക്ക് മുമ്പേ ഞാൻ എത്താൻ ശ്രമിക്കും. ആഴ്ചയിൽ 2 വട്ടം ഞാൻ കുമ്പസാരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത്. കാരണം ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ ആ ഒരു സ്നേഹം ഞാൻ അറിയുന്നുണ്ട്. ഉടമ്പടിയിലായിരിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും സ്നേഹവും ഈശോയുടെ സ്നേഹവും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ജപമാല മുടക്കാറില്ല. വീട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചേട്ടൻ ഒരുപാട് വിശ്വാസത്തിലാണ്. ചേട്ടനും മുടങ്ങാതെ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും. ഞാനൊന്ന് സമയം തെറ്റിച്ച് എന്തെങ്കിലും തിരക്കിലായിരുന്നാൽ പോലും ചേട്ടനാണൊന്ന് പറയും, സമയമായി വാ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടിയിട്ട് വഴിയോർത്തിരിക്കുന്ന അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും കൊണ്ട് കൊടുക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ പൈസ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. വീട്ടിൽ തീരെ ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അതിനുള്ള പൈസ ഞങ്ങൾ
കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വീട്ടിനടുത്താണ് കൃപാസന പത്രങ്ങൾ കൊടുക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൃപാസന പത്രം കിട്ടി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്കൊരു വിഷമമാണ്. കാരണം അവർ മാതാവിനെ നിരസിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഇപ്പോൾ പത്രങ്ങൾ ദൂര സ്ഥലങ്ങളിലാണ് കൊണ്ട് കൊടുക്കാറ്. അങ്ങനെ കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെയാണ് കൊണ്ട് കൊടുക്കാറ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. 40-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായ ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. മിന്നു ജീവിത പങ്കാളിയോടൊപ്പം വന്ന് തൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമയുടെ ഏറ്റുപറയുന്നത്. സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും പരിശുദ്ധ അമ്മ അവർക്ക് സാമീപ്യം നൽകി അവരുടെ ജീവിതഭാരം ലഘൂകരിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ ചെന്നപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ പറയുന്നുണ്ട്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നുവെന്ന്. ആ അമ്മയോട് എലിസബത്ത് പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. കർത്താവിൻ്റെ അമ്മ പലപ്പോഴായി നമ്മുടെ അടുത്ത് വരുന്ന അനുഭവങ്ങളാണ് പല മക്കളും ഇവിടെ അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ ഏറ്റുപറയുന്നത്. സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയും എല്ലാം നമുക്ക് വലിയ അനുഗ്രഹങ്ങളും അഭിഷേകവും ലഭിക്കുന്നത് ഒരു 10,000-കണക്കിന് സാക്ഷ്യങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പ്രാവശ്യം അബോഷനായ ആ അവസ്ഥയിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് മിന്നു ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. എലിസബത്ത് പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിലുള്ള എൻ്റെ അപമാനം അവിടെ നിന്ന് നീക്കിക്കളഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് പരിശുദ്ധ അമ്മയുടെ ആ സാമീപ്യത്തെ, ഉദരത്തിലായിരുന്ന ഈശോയുടെ ആ സാമീപ്യത്തെ വളരെ സന്തോഷത്തോടുകൂടി ഏറ്റുപറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും, ഈശോ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈശോയെക്കുറിച്ച് പറയുവാനും ഈശോയെ അനുഭവിക്കുവാനുള്ള വലിയ കൃപകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മിന്നു പറയുന്നത് ഇവരുടെ വീട്ടിലെ എല്ലാ അസുഖങ്ങൾക്കും, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്കെല്ലാം ഇന്ന് ഏറ്റവും നല്ല മരുന്ന് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ്. എപ്പോഴും അവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ആ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്, ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഒരു യൂറിക് ആസിഡ് എന്ന ഒരു അസ്വസ്ഥത ജീവിതത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ഒരു ദുശീലം തന്നെ എടുത്തു മാറ്റുവാൻ ദൈവം ഇടപെട്ട് ഈശോ വലിയൊരു സൗഖ്യം നൽകി, ഒരു വിടുതൽ നൽകി എന്ന് മിന്നു ഏറ്റുപറയുന്നു. നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ സങ്കടങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ പ്രതിസന്ധികളും ബലഹീനതകളും കുറവുകളുമെല്ലാം ദൈവം എന്തോ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് എന്ന് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആത്മധൈര്യവും മനോധൈര്യവും നൽകി ഈ 2 പേരെയും, ഇവർക്ക് ഒന്നിനും ധൈര്യമില്ലായിരുന്നു. ബിജുവിനെ ഇവിടെ വന്നപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ ദർശനത്തോടെ തനിക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ ധൈര്യമില്ല എന്നുള്ള ആ ഒരു കുറവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ എടുത്തു മാറ്റി സൗഖ്യം നൽകി. അതുപോലെ തന്നെ മിന്നുവിനും സ്കൂട്ടി ഓടിക്കാനുള്ള ആ ഒരു ധൈര്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മകൾക്ക് പ്രാപിച്ചു എന്നേറ്റ് പറയുന്നു. നമ്മുടെ ഏതൊരു പ്രതിസന്ധി ആയാലും ഉടൻ പരിഹാരം നൽകുന്ന പരിശുദ്ധ അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടമ്പടി വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയുമാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും വളരെ മനോഹരമായിരിക്കും. എപ്പോഴും അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ